ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു ഈജിപ്റ്റ് ട്രിപ്പിൻ്റെ ആദ്യത്തെ ദിവസം നമ്മൾ ഈജിപ്തിൻ്റെ ഏറ്റവും വില്ലേജ്, അതായത് ഏറ്റവും ഗ്രാമീണ ഭംഗിയുള്ള അസ്വാനിലെത്തിയിട്ടുണ്ട്. അസ്വാനിലെത്തി അവിടെ നിന്ന് ഇടയ്ക്ക് യാത്രക്കിടയിൽ ഒരു ചായ കുടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു പഴയ സ്റ്റൈലിലുള്ളൊരു കട, അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഭംഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനെയുള്ള നാച്ചുറൽ കളറുകൾ വെച്ചിട്ട് ഒരു നല്ലൊരു ലുക്ക്, ഒരു ഡെക്കറേഷൻ ലുക്ക്, ഒരു കളർഫുൾ ലുക്ക് ഉണ്ട്. അതൊന്നും ഭംഗിക്ക് വേണ്ടി ചെയ്തതല്ല, പക്ഷെ അത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ യാത്ര ചെയ്ത് നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തെത്തി. താമസിക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂബിയാൻ വില്ലേജ്. നൂബിയാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈജിപ്റ്റ് കൾച്ചർ ഒന്നും മാത്രം പറയാൻ പറ്റില്ല. നൂബിയാൻ ഒരു ഗ്രാമീണ കൾച്ചർ. ഈജിപ്തിൻ്റെ ബാക്കി കെയ്റോ, അലക്സാണ്ട്രിയ എന്നൊക്കെ അപേക്ഷിച്ച് വേറൊരു കൾച്ചറുള്ളൊരു സ്ഥലം. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വീടിൻ്റെ ഓണറെ 2 മക്കളെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഉള്ളിലേക്ക് കയറുമ്പോൾ അതിൻ്റെ അകത്തൊരു മുതല ഉണ്ട്. ഈ മുതല ഒരു 3 മാസം ഇതിന് നോമ്പായിരിക്കും. നോമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപവാസമായിരിക്കും. നവംബർ, ഡിസംബർ, ജനുവരി ഈ 3 മാസം ഇത് കിടക്കുന്നിടത്ത് വെള്ളം ഉണ്ടാവില്ല, ഇതിന് ഫുഡൊന്നും കൊടുക്കില്ല എന്നാണ് പറയണത്. ഈ 3 മാസം അതിന് ഫുള്ള് റെസ്റ്റ് തന്നെ ആയിരിക്കും. ഇതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് ഇവർ പറയണത്. അവിടെയുള്ള ഓൾമോസ്റ്റ് വീടുകളിലും ഇതിനെ വളർത്തുന്നുണ്ട്. അവിടെ നമുക്ക് കണ്ട 2-3 വീടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ അവർ ഇവിടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഒരു വളർത്തണമെന്നാണ് എന്നെ പറയണത്. ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഒരു സ്റ്റൈലുണ്ട്, ഒരു ആർച്ച് ടൈപ്പാണ്, ഒരു ഡോം പോലെ മോഡലുണ്ടാവും. ദിവാനിയ ഇതിപ്പോൾ മോളിൽ നിന്ന് ബാൽക്കണിയിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണിത്. ഇവിടെ ഒരുപാട് വിദേശികളുണ്ട് കേട്ടോ. റഷ്യ, ചൈന, അവിടെ അങ്ങനെ മലേഷ്യ അങ്ങനെയൊക്കെ ഉള്ള കുറേ ആൾക്കാരുണ്ട് എൻ്റെ അടുത്ത് താമസിക്കുന്നുണ്ട്. ഇവിടെ 5 സ്റ്റാർ ടോപ്പ് അങ്ങനത്തെ ഹോട്ടലുകളൊന്നും കണ്ടില്ല. എന്നാലും ബോട്ടിൽ യാത്രക്കിടയിൽ കുറച്ച് വലിയ ഹോട്ടലുകളൊക്കെ ഉണ്ട്. സംഭവം എല്ലാണെങ്കിലും ഈ സ്റ്റൈല് തന്നെയാണ്. എല്ലാത്തിൻ്റെയും ഒരു കെട്ടിടത്തിൻ്റെ ഒരു ഷേപ്പ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത്. ബെഡ്റൂമിൽ AC, കറണ്ട്, അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട്. ആധുനികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട്. TV സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവരൊരു ബിൽഡിംഗ് സ്റ്റൈൽ ഇങ്ങനെയാണ്. ഇതിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഫൂള്, ചീസ്, ഓംലേറ്റ്, പിന്നെ കുറച്ച് ഫ്രൂട്ട് സലാഡ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, കുബൂസ്. ഇതാണ് മിക്ക സ്ഥലത്തും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ആ സമയത്ത് ഇവിടെ 12 ഡിഗ്രി ആയിരുന്നു. ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. ഇതൊരു ഡാമാണ് അവിടെ കാണുന്നത്. നൈലിൽ ഉള്ളൊരു ഡാമാണ് ഫിലി ഐലൻഡ്. ഫിലി ഐലൻഡിൽ കറങ്ങാനായിട്ട് ഇറങ്ങുന്നത്. ബോട്ടിന് പോകണമെന്നുണ്ട്. അപ്പോൾ ബോട്ടിൻ്റെ ഡ്രൈവർ നൂബിയാൻകാരനാണ് കേട്ടോ. നൂബിയാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് നൂബായ് ഭാഷ മാത്രമേ അറിയുള്ളൂ. എനിക്ക് അറബി തന്നെ കൃത്യമായിട്ട് മനസ്സിലാവണില്ല. അവരൊരു പ്രത്യേക ലാംഗ്വേജൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ആക്ഷനും കാര്യങ്ങളോടുകൂടിയൊക്കെ എത്തി. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടുത്തെ ഒരു ഫിലി ഐലൻഡ്. ഫിലി ഐലൻഡിൽ അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. എന്താണ് ടെമ്പിളിൻ്റെ പേര്? ഫിലി ടെമ്പിളോ? അപ്പോൾ അത് കാണാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെയുള്ള ചെറിയ കടകൾ, പഴയ അവിടുത്തെ സൂര്യകൾ കാര്യങ്ങളൊക്കെ വെക്കുന്ന കടകൾ. അപ്പോൾ ഈ ടെമ്പിളിൻ്റെ അകത്ത് കയറി കാണാം. നമുക്ക് ബോട്ടിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈലിൽ കൂടെ ഈ ടെമ്പിളിന് ചുറ്റും നമുക്കൊന്ന് ടെമ്പിളിന് ചുറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഏരിയ ഉണ്ട്. നമ്മളത് 2 hours ഒക്കെ അതിന് ചുറ്റും നടന്ന് കണ്ടായിരുന്നു ബോട്ടിൽ കൂടെ. അതൊരു വല്ലാത്തൊരു വ്യൂ ആണ്, നല്ല രസമുണ്ട്. പിന്നെ ഈ ടെമ്പിള് ആദ്യം നൈലിൽ വെള്ളം കൂടിയിട്ട് അത് മുങ്ങിപ്പോയി. പിന്നെ അവിടെ നിന്ന് എടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയതാണ്. അതിന് എന്താണ് അതിൻ്റെ ടെക്നിക്ക് കാര്യങ്ങളെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓരോ കല്ലിലോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ രൂപങ്ങൾ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യണത്. അതുപോലെ വെള്ളം നോക്കിയാൽ ക്രിസ്റ്റൽ ക്ലിയർ ആണ് വെള്ളം. ഇത് പഴയ ടെമ്പിൾ എടുത്ത് പോയതിൻ്റെ ബാക്കി അവശിഷ്ടങ്ങൾ അവിടെ ശേഷിക്കുന്നതാണ്. അപ്പോൾ ഇതിന് ഭൂരിഭാഗം ടെമ്പിളിൻ്റെ മൊത്തം ഭാഗങ്ങളൊക്കെ അവിടെ മാറ്റിയിട്ടുണ്ട്. ബാക്കി വന്ന കുറച്ച് ബിൽഡിങ്ങിൻ്റെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സിറ്റിയിലേക്ക് പോയി. അസ്വാനിലെ സിറ്റി എന്ന് പറയുന്നത് ഈ പാർക്ക്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്.
ഫുഡ് കഴിക്കുക. പിന്നെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് വരണം. ഇത് അസ്വാൻ റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് ഈ ഈ സിറ്റി. സിറ്റി വരുന്നത്. പിന്നെ ഒരുപാട് കടകളും കുറേ ഫുട്പാത്ത് പോലെ. നമ്മുടെ ബ്രോഡ്വേയിലൊക്കെ പോലെ തന്നെ കുറേ സ്ട്രീറ്റ് മാർക്കറ്റാണ്. കുറേ ടീഷർട്ടുകൾ, സുവനീറുകൾ, പിന്നെ അവിടുത്തെ സ്പൈസസ്, അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട് ഇവിടെ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ റെയിൽവേ സ്റ്റേഷൻ. ഇതും പഴയൊരു മാർക്കറ്റ്. നല്ല ഭംഗിയുണ്ട്, നല്ല വൃത്തിയുണ്ട്. പഴയതാണെങ്കിലും എല്ലാം ക്ലീനാക്കി സൂക്ഷിക്കുന്നുണ്ട്. കുശരി കഴിക്കാൻ കയറി ഫുഡ് കഴിക്കാൻ. ഇത് കുശരി, ഈജിപ്ഷ്യൻ്റെ ഒരു ട്രഡീഷണൽ ഫുഡ്. ഇത് ഇന്ത്യൻ ഫുഡായിരുന്നു. ഇപ്പോൾ അത് ഈജിപ്തിലാണ് കൂടുതൽ ഇതിന് പ്രചാരമുള്ളത്. ഇന്ത്യൻ ഫുഡായിരുന്നു. ഇതിനൊരു ഹിസ്റ്ററി ഉണ്ട് കുശരിക്ക്. അപ്പോൾ കുശരിയൊക്കെ കഴിച്ചതാ വഴി കൂടെ കുതിരവണ്ടി, ഒരു ചെറിയ റോയൽ ലുക്കൊക്കെ ഉണ്ട് വണ്ടിക്ക്. ഇത് മറ്റൊരു വീട്, നൂബിയാൻ സ്റ്റൈലിലുള്ളൊരു. ഇതാണ് ശരിക്കും നൂബിയൻ വില്ലേജ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഓരോ കടകളും കാര്യങ്ങളൊക്കെ. ഗരിബ് സൈൽ എന്നാണ് ഈ മാർക്കറ്റിൻ്റെ പേര്. ഇതിൽ ഒരുപാട് അവിടുത്തെ സൂനീറുകളുണ്ട്. പിന്നെ നമ്മുടെ അവിടുത്തെ കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ പറ്റണ കൾച്ചർ കാണിക്കാൻ പറ്റണ തിങ്സൊക്കെയാണ് അവിടെ ഷോ ചെയ്തേക്കുന്നത്. അതിൻ്റെ ഒപ്പം നമ്മുടെ പിള്ളേരൊക്കെ കയ്യിലാക്കാൻ വേണ്ടിയിട്ട് കുറേ ടീഷർട്ട് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഗരിബ് സൈൽ എന്ന് പറഞ്ഞിട്ട് ഒരു അസ്വാനിൽ പോയി കഴിഞ്ഞാൽ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം ഉണ്ടാവും. നല്ല പഴയ ഒരു മാർക്കറ്റും ഇതൊക്കെ പഴയതാണെങ്കിലും നല്ല ക്ലീനായിട്ടുള്ള സ്ഥലങ്ങളാണെല്ലാം. ഇതിൽ നടക്കുമ്പോഴാണ് എല്ലാവരും ഇന്ത്യൻ എന്ന് പറയുമ്പോൾ ഷാരൂഖ് ഖാൻ, അമീർ ഖാനും പറയാറില്ല. അമിതാഭ് ബച്ചൻ, ഷാരൂഖ് ഖാനെ മാത്രമേ എനിക്കറിയുള്ളൂ. അല്ല, ഒരു റോഡൊന്നുമല്ല, ഒരു മണ്ണ് വഴിയൊക്കെയാണ്. എന്നാലും നല്ല ക്ലീനായിട്ട് പോകുന്നുണ്ട്. ഇതിപ്പോൾ നൈലിൽ നമ്മൾ വന്ന പോലെ തന്നെ ഓരോരുത്തർ ബോട്ട് കയറുന്നുണ്ട്, ഇതുപോലെ റൗണ്ട് അടിക്കുന്നുണ്ട്. അങ്ങനെ നൂബിയാൻ ഓരോ വീടുകളിലും ഉണ്ട് മുതലുകൾ. എല്ലാ വീട്ടിലും ഇവിടെ ഈ മുതലുണ്ടാവും. മുതലാണോ ചിങ്ങനെയാണോ കറക്റ്റാണോ? എന്തായാലും മിക്ക വീടുകളുണ്ട്. അത് ഇതാ പക്ക അസ്വാൻ ഒരു ലോക്കൽ വില്ലേജ്, ലോക്കൽ ഗ്രാമമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ആ കാഴ്ചയൊക്കെ കണ്ടിട്ട് തിരിച്ച് രാത്രിയായി വീണ്ടും നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തി.